ദേ, ഇത് അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാൽ മതി. ആവശ്യമുള്ള പ്രൊട്ടക്ഷൻ അവർ തരും. പേടിക്കേണ്ട ബഷീറെ, ധൈര്യമായിട്ട് വയ്ക്കോ, ഒന്നും സംഭവിക്കില്ല. കോടതിയുടെ മുമ്പിലാണ് നീ സത്യം പറഞ്ഞിരിക്കുന്നേ. രാജു, നീ കൂടെ ചെല്ല്. ശരി. ഈ സാറൂടെ വരും. എന്താ പോരെ? ആശാനെ, ഇവർക്ക് പോകാനുള്ള കാർ പറഞ്ഞിട്ടില്ലേ? എത്തിയോ? എത്തി സാർ. ഇതേ 3-4 പേപ്പറിൽ കൂടെ ബഷീറിനെ കൊണ്ട് ഒപ്പിടിച്ച് വാങ്ങിച്ചു. ഇനി എന്തെങ്കിലും ആവശ്യം വന്നാലും. ശരി സാർ. ഹലോ, അതെ, കൊടുക്ക. അതെ, ഉടനെ വരാം. ഞാനിപ്പോ വരാം. എങ്ങോട്ടാ വാസി? പറയാം. കൺഗ്രാചുലേഷൻസ് ഭാസ്കര പിള്ളേ. ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നെങ്കിലും അവസാനം നിങ്ങൾ വിജയം കണ്ടെത്തി. എന്റെ ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങൾ. ഇതിൽ കവിഞ്ഞ ഒരു പാരിതോഷികവും നിങ്ങൾ സ്വീകരിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനത് വാക്കുകളിൽ നിർത്തുന്നത്. താങ്ക് യു സർ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്വേഷണത്തെ നേരിടാൻ ആഭ്യന്തരമന്ത്രി കേശവൻ രാജിവെച്ചു. അതോ വെപ്പിച്ചോ? രണ്ടും ഒന്ന് തന്നെ ആടോ വക്കീലേ. പിന്നെ വില്യംസിനെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ആയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ സാർ എന്നോട് പറയുന്നത്? ഇതൊന്നും അറിയാൻ എനിക്കൊരു താല്പര്യവുമില്ല. അതുകൊണ്ടല്ല, നിങ്ങളൊരാളില്ലായിരുന്നെങ്കിൽ ഈ സംഭവം ഒരിക്കലും പുറത്തു വരില്ലായിരുന്നു. അതിന് പ്രത്യേകം നന്ദി. എന്റെ ഒരാളിന്റെ മാത്രം പ്രയത്നം കൊണ്ടല്ല സാർ ഇതൊക്കെ സാധിച്ചത്. മിസ്റ്റർ എക്സ് ആയിട്ടാണെങ്കിലും എന്നെ അകമഴിഞ്ഞ് സഹായിച്ചതിന് സാറിനോടും എനിക്ക് നന്ദിയുണ്ട്. എന്ത് മിസ്റ്റർ എക്സോ? ഞാനോ? ഏത് മിസ്റ്റർ എക്സ്? എന്ത് മിസ്റ്റർ എക്സ്? എന്താ മിസ്റ്റർ ഭാസ്കരപിള്ള? കള സാറേ, അഭിനയൊക്കെ അങ്ങ് അസംബ്ലി പോരെ, ഇവിടെ വേണോ? വാസ്തവത്തിൽ ബഷീർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കായിരുന്നു. അതുകൊണ്ടാണല്ലോ അല്പം കടന്ന കൈയായിട്ടാണെങ്കിലും ബഷീറിന് നിങ്ങൾ തന്ത്രപൂർവ്വം ജയിൽ ചാടിച്ചത്. ആരോപണം, കടുത്ത ആരോപണം. ജയിൽ ചാടാൻ മുഖ്യമന്ത്രി കൂട്ടുനിന്നു. ബഷീർ രക്ഷപ്പെട്ടതുകൊണ്ട് എനിക്കെന്താണോ പ്രയോജനം? ഒരു പ്രയോജനവും ഇല്ല. ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം, കക്ഷത്തിലിരിക്കുന്നത് താഴെ വീഴുകയരുത്, അല്ലേ? എന്താ മനസ്സിലായില്ലേ? മുഖ്യമന്ത്രിക്ക് ശിഷ്ടകാലാവധി തലവേദന കൂടാതെ ഭരിച്ചു തീർക്കാൻ. കേശവന്റെ ഭൂതകാലം സാറിന് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. പക്ഷേ അതേ തൊട്ടാൽ കേശവൻ തെറ്റും. കേശവൻ തെറ്റിയാൽ കൂടെയുള്ള 12 MLA തെറ്റും. അതോടെ മന്ത്രിസഭ താഴെ വീഴും. പിന്നെന്ത് മാർഗം? അപ്പോഴാണ് ബഷീർ ഭാഗ്യത്തിന്റെ രൂപത്തിൽ സാറിന് മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നത്, കേശവന്റെ ഭൂതകാലം കുഴിക്കാൻ. ഇപ്പൊ മനസ്സിലായോ സാറേ? സമ്മതിച്ചിരിക്കുന്നടോ കുറുക്ക. പിന്നെ ഒരു കാര്യം, മുഖ്യമന്ത്രി എക്സ് ആണ് വൈ ആണ് എന്നൊന്നും പറഞ്ഞു വരുത്തിയേക്കരുത്. പത്രക്കാരെ എന്നെ എങ്ങനെയെങ്കിലും സേവിച്ചേ അടങ്ങുമെന്നും പറഞ്ഞ് നടക്കുകയാണ്. അവരുടെ ചെവിയിലെങ്ങാനും എത്തിപ്പെട്ടാൽ അതോർത്ത് സാറ് പേടിക്കണ്ട. കാര്യം സ്വന്തം ലാഭത്തിന് വേണ്ടിയാണെങ്കിലും ഒരാളെ സഹായിച്ചതല്ലേ, അതേതായാലും ഞാൻ മറക്കില്ല. പിന്നൊരു കാര്യം, സബ് ജയിലിലെ ഒരു സൂപ്രണ്ട് അടക്കം 4-5 പേര് സസ്പെൻഷനിൽ. ആർക്ക് വേണ്ടിയാണ് അവർ ബലിയാടായെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം. ഇതൊക്കെ താൻ പറഞ്ഞിട്ട് വേണോടോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. സാർ, പഴുത്തില വീഴുമ്പോ പച്ചില ചിരിക്കും. സാർ ഒരു കാലത്ത് പഴുക്കും, അത് മറക്കണ്ട. ഇക്കാര്യത്തിൽ എനിക്ക് അല്പം സ്വാർത്ഥത ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവം. പക്ഷേ പരോക്ഷമായ ഒരു സത്യം പുറത്തു കൊണ്ടുവരുന്നതിനെ അത് സഹായിച്ചു. ഉണ്ടോ? എങ്കിൽ എന്തിനീ സംശയം ബാക്കി? അകത്തുനിന്ന് ആരെങ്കിലും മന്ത്രിക്കുന്നുണ്ടോ ചെയ്തത് തെറ്റായിപ്പോയെന്ന്? അധികാരത്തിനോടുള്ള ഈ കൂറ് ഈ രാജ്യത്തോടും ജനങ്ങളോടും കാണിച്ചിരുന്നെങ്കിൽ സത്യം നേരത്തെ പുറത്തു വരുമായിരുന്നില്ലേ? സാർ, അല്പമെങ്കിലും നന്മ നിങ്ങളിൽ ബാക്കിയുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ശ്രദ്ധിച്ചില്ലെങ്കിൽ യു വിൽ ആൾസോ ബിക്കം അനദർ പൊളിറ്റിക്കൽ വേസ്റ്റ്.